ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കുക്കർ വെജ് പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ച് ഒന്ന് കഴുകി വാരി എടുത്ത് ഒരു അരിപ്പക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറി ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് വേറെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ. പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പനീർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയുമാണ് പച്ചക്കറി എടുത്തിട്ടുള്ളത്. കൂടുതൽ പച്ചക്കറി ചേർത്താൽ വെജ് പുലാവ് അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. പിന്നീട് നമ്മൾ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കുക. അതുപോലെ ഗ്രാമ്പൂ, ഏലക്കയും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് കൊണ്ടും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മക്കൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ അതിനെ ഒന്ന് വഴറ്റുക. നന്നായിട്ട് കളർ മാറി വരുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയാൽ മതി. പിന്നീട് അതിലേക്ക് നമ്മൾ അല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ എണ്ണക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരാനുണ്ട്. അപ്പം ഇത് ഈ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബസ്മതി റൈസും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഇനി കൈമ റൈസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കുതിർത്ത് വെക്കും, അതുപോലെ റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ടാണ്. പക്ഷെ വെജ് പുലാവിന് എപ്പോഴും നമുക്ക് ബസ്മതി റൈസാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക വെജ് പുലാവിൻ്റെ. ഇപ്പം നമ്മളെ അരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. അതിനൊരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വെജ് പുലാവിനൊക്കെ എപ്പോഴും നമ്മൾക്ക് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പം അത് ഒന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇട്ടോട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെ കുക്കർ അടിച്ച് നമുക്ക് ഒരൊറ്റ വിസിൽ അടിച്ച് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വളരെയധികം ടേസ്റ്റിയുമാണ്. അപ്പം നമ്മുടെ ചോറൊക്കെ നന്ന പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ വെജ് പുലാവ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.